പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് എൻ്റെയും എൻ്റെ കുടുംബവും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രഭ, മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ മകള് ഡോക്ടർ ശ്രുതി, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ മൊബൈൽ ഓണാക്കിയപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ്. അവൾക്കും ഒരു കുഞ്ഞുണ്ടായതിനെ പറ്റിയുള്ള സാക്ഷ്യമായിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പിന്നീട് അത് അവൾക്ക് 5 വർഷം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടായത്. അതിനുശേഷം കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനിടയായി. പിന്നെ അച്ഛൻ്റെ ആരാധനയും അതിനോടൊപ്പം ഞാൻ കൂടുമായിരുന്നു. മകൾക്ക് 4 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞാണ് അവൾ ഡോക്ടറെ കാണിച്ചത്. അപ്പം പറഞ്ഞു എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ പിന്നെയും 1 വർഷം കഴിഞ്ഞു, എന്നിട്ടും കുഞ്ഞുങ്ങളൊന്നും ആയില്ല. പിന്നെ മികച്ചൊരു ഗൈനക്കോളജിസ്റ്റ്, കോഴിക്കോടുള്ള മികച്ചൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. അവിടുന്ന് എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞു. ഹോർമോണൽ എന്തോ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കുറേ മരുന്നുകളും തന്നു വിട്ടു. അതും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. പിന്നെ മെഡിസിനൊന്നും എടുക്കാതെയായി. ആ ഇടയ്ക്കാണ് മകളുടെ ഫ്രണ്ടിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായത്. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, എനിക്ക് കൃപാസനത്തിലൊന്ന് പോകണം മോളെ, എനിക്ക് ആരും തുണയായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അവളൊരു MBBS ഡോക്ടറാണ്, വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവളുടെ ലീവും കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ അവൾ ഒരു ദിവസം സെപ്റ്റംബറിൽ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 24/9/24 ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ഒരു പള്ളിയുടേതുപോലെ ഒന്നും തോന്നിയില്ല. എല്ലായിടത്തും മാതാവിൻ്റെ രൂപങ്ങളാണ്. എവിടെ വന്ന് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടെ ഒരു കോട്ടിട്ടൊരു ചേച്ചി വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, അങ്ങനെ പ്രാർത്ഥിച്ചു പോയിക്കോ. ആഗ്രഹം കഴിഞ്ഞ് സഫലമായതിന് ശേഷം നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി, എന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു തിരിച്ചുപോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തുടർച്ചയായി പ്രാർത്ഥിക്കുക, 2 നേരവും പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നി, ഞാൻ ഒരു ഉടമ്പടി, എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം, എന്നിട്ട് നല്ല പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോടുള്ളൊരു കുരിശുപള്ളിയുണ്ട്, അവിടെ പോയപ്പോൾ അവിടെ നിന്ന് എല്ലാ മാസവും ഇവിടേക്ക് വരുന്ന ഒരു ബസ്സുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു നമ്പർ കിട്ടി. അങ്ങനെ അവരുടെ കൂടെ ഞാൻ കൃപാസനത്തിൽ വന്നു. അങ്ങനെ 24/2/25 ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് നല്ല ശക്തമായ പ്രാർത്ഥനയും ഉടമ്പടിയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരു മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു. എന്തെന്നാൽ ഒരു വലിയൊരു ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഞാനും മകളും മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല, ഡോക്ടറോ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു മാതാവിൻ്റെ രൂപത്തിൽ ഒരാൾ വന്ന് മോളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. കയ്യിലെന്തോ ഒന്നിരിക്കുന്നത് കണ്ടു, ഒരു എഗ്ഗ് എന്തോ ഒരു വെള്ള സാധനം ഇരിക്കുന്നതുകൊണ്ട്. അതോടുകൂടി ഞാൻ കണ്ണു തുറന്നു പോയി. അങ്ങനെ അത് ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ല. അവരെല്ലാവരും കളിയാക്കുമോ എന്ന് പേടിച്ച് ഞാൻ ആരോടും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ 1 മാസം ലീവിന് 1.5 മാസം ലീവിന് വന്നതായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ എന്നോട് വിളിച്ച് പറയാണ്, അമ്മേ ഞാൻ പ്രഗ്നൻ്റാണ്, ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞു എന്ന്. അപ്പോഴേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അമ്മ മാതാവ് എന്നെ ഏതാനും ദിവസം മുമ്പ് കാണിച്ചു തന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അത് ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി. പിന്നെ
51-ാം ദിവസമാണ് ഞാൻ ആ സ്വപ്നം കണ്ടത്. ഉടമ്പടി എടുത്ത 51-ാം ദിവസമാണ് ഞാൻ ആ സ്വപ്നം കണ്ടത്. അത് കഴിഞ്ഞ് ഡെലിവറി വരെയും മാതാവ് ഞങ്ങളെ കൂടെയുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായത് 3-ാം മാസം അവൾക്ക് പെട്ടെന്ന് രാത്രിയിലൊരു ബ്ലീഡിങ് ഉണ്ടായി. അത് അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ ഉടനെ തന്നെ വരണം, സ്കാനിങ് ചെയ്യണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ പേടിച്ചു പോയി. രാത്രി നേരം വെളുക്കോളും ഉടമ്പടി കാശ് രൂപവും മാതാവിൻ്റെ തൈലവും പൂശി ഞാൻ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം 10:30 മണിയായപ്പോൾ ഡോക്ടറുടെ അടുത്തെത്തി. അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞത്? ഒന്നും കാണുന്നില്ലല്ലോ, കുഞ്ഞ് സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിളിച്ചത് എന്നാണ് ഡോക്ടർ ചോദിച്ചത്. ഞങ്ങളത് കഴിഞ്ഞ് വന്നു. പക്ഷെ അവൾക്ക് ഷുഗറുള്ള കാരണം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡെലിവറി വരെയും ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആരോഗ്യമുള്ള എൻ്റെ ഈ കുഞ്ഞിനെ തന്നെ മാതാവ് അനുഗ്രഹിച്ചു. എത്ര പറഞ്ഞാലും നന്ദി പറയാൻ 1000 വാക്കുകൾ ഈശോയ്ക്കും മാതാവിനും ഞാൻ എന്നും കടപ്പെട്ടവളാണ്. ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കൾ, തൈലവും ഉപ്പും തേനും എല്ലാം മകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് ഭക്ഷണത്തിൽ ഉപയോഗിക്കും. ഉപ്പൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും അസുഖങ്ങളൊന്നും വരരുത് എന്ന് പ്രാർത്ഥിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, എൻ്റെ മകന് ബിടെക് പാസ്സായ മകനാണ്. അവന് എബ്രോഡിൽ ഫ്രാൻസിൽ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി, മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന്. ഈ 2024 അവൻ പറഞ്ഞത്. 2025 ബുക്ക് ചെയ്തിടാനാണ് ആ യൂണിവേഴ്സിറ്റി പറഞ്ഞത്. അങ്ങനെ 3 ലക്ഷം രൂപ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടു. പക്ഷേങ്കിൽ അവന് തുടർച്ചയായി മരുന്ന് കഴിക്കുന്ന കാരണം പോവാൻ പറ്റാണ്ടിയായി. അത് കാരണം ഞങ്ങൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ആ പൈസ തിരിച്ചു തരില്ല, അത് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാകെ വിഷമത്തിലായി. 3 ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ പോയാലോ എന്ന് വിചാരിച്ച് ഞാനിവിടെ 2ാമത്തെ ഉടമ്പടിയെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ്റെ ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം മാതാവേ, എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടണേ എന്ന്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ആ ഏജൻസി തന്നെ ഞങ്ങളെ വിളിച്ച് പറയുകയാണ്, അതിൻ്റെ 3 ലക്ഷം എന്നുള്ളത് 3.5 ലക്ഷം ആയിട്ടുണ്ട്. അന്നത്തെ കറൻസി പ്രകാരം അത് നിങ്ങൾക്ക് തിരിച്ചു തരും. ആ ഒരു കോഴ്സ് മകൻ വിചാരിച്ച കോഴ്സ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടുത്ത വർഷം ഇല്ല, അതുകൊണ്ട് മുഴുവൻ പൈസയും നിങ്ങൾക്ക് തിരിച്ചു തരും എന്നവർ വിളിച്ചു പറഞ്ഞു. അവിടെയും ഞങ്ങളെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, 30 വർഷത്തോളമായി ഞങ്ങൾക്ക് ഒരു വസ്തുവിലേക്ക് വഴിയില്ലായിരുന്നു. അതിൻ്റെ മുമ്പിലുള്ള പ്ലോട്ടുകാരൻ അവിടെ മതിൽ കെട്ടി അത് അടച്ചിടാനായിരുന്നു പതിവ്. അതിലൂടെയായിരുന്നു ഞങ്ങൾ അത്രയും ആ സമയം വരെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്ത് കേസ് കൊടുത്തു. ആ കേസ് 10, 15, 20 വർഷത്തോളം കേസ് നടത്തി. പക്ഷെ ഞങ്ങൾ തോറ്റുപോയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് വഴിയില്ല. അവർ പിന്നെയും അടച്ചു കെട്ടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ബാക്കിലുള്ള ഒരാൾ പിന്നെയും കേസ് കൊടുത്തു. പക്ഷേ അയാൾ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ല, അവർക്ക് മാത്രം നടക്കാമെന്നായി. അങ്ങനെ ഞങ്ങളെ നടക്കാൻ സമ്മതിക്കില്ല, അയാളെ മാത്രം നടക്കാൻ സമ്മതിക്കും. അങ്ങനെയുള്ള വിഷമത്തിലിരിക്കെ ഞാനിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വഴിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും, എങ്ങനെയെങ്കിലും മാതാവേ എനിക്ക് വഴി അതിലൂടെ നടക്കാൻ ഒരു 3 അടി വഴിയെങ്കിലും തരണം, എൻ്റെ പറമ്പിൽ നടക്കാൻ എന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിയോഗവും വെച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ തന്നെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കോംപ്രമൈസിലൂടെ ഞങ്ങൾ വഴി തരാം, നിങ്ങൾക്ക് നടക്കാമെന്ന്. അതിനും അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കൊടാനുകൂടി നന്ദി പറഞ്ഞ്, എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, അവർക്ക് ഭക്ഷണം കൊടുക്കും, അന്നദാനവും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പത്രങ്ങൾ ഞാൻ വാങ്ങി വിതരണം ചെയ്ത് എല്ലാവരെയും ആ മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങി
എല്ലാവരും നല്ല നിലയിലെത്തണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 2 നേരവും പ്രാർത്ഥിക്കും. ഇപ്പോൾ ബൈബിൾ വായിക്കും. എനിക്ക് എങ്ങനെ ബൈബിൾ വായിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഇപ്പം പഠിച്ചു. ജപമാല ചൊല്ലും. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ അരമണിക്കൂർ ജപമാല ചൊല്ലും. അങ്ങനെയൊക്കെ പിന്നെ അച്ഛൻ്റെ ആരാധന കൂടാറുണ്ട്. അങ്ങനെയൊക്കെ ആത്മീയ ജീവിതം നയിക്കുന്നു. എല്ലാത്തിനും കൊടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും മുന്നോട്ട് ഇത് പ്രകാരം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിൻ്റെ ദേവൻ ചോദിക്കുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 66-ാം അധ്യായം 9-ാം വചനമാണ്. ഈ വചനം ദൈവത്തിൻ്റെ നിശ്ചയവും വിശ്വസ്തതയും ഉറപ്പിക്കുന്ന ഒരു വചനമാണ്. ദൈവം ഒരിക്കൽ ഒരു കാര്യത്തിന് തുടക്കമിട്ടാൽ അത് പൂർണ്ണതയിലെത്തിക്കുമെന്നുള്ള ഒരു വചനം. കാനായിലും കുടുംബ പ്രശ്നം തന്നെയായിരുന്നു. അവർക്ക് വീഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതുപോലുള്ള നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ സമയത്തിന് മേൽ അധികാരമുള്ള, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്തിൽ നിന്നാണ് നാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കേൾക്കാത്ത അമ്മയല്ല നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും, നമ്മുടെ ഓരോ കണ്ണുനീരും തുടയ്ക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവ് അരുളി ചെയ്യുന്ന പോലെ, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ഒരു കുഞ്ഞിനെ കൊടുക്കുമെങ്കിൽ നമ്മുടെ ഓരോ കാര്യത്തിലും, നമ്മുടെ അടഞ്ഞു കിടക്കുന്ന ഓരോ വാതിലും തുറന്നു നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. വചനം പറയുന്നത്, ഞാൻ തുടങ്ങിയ കാര്യം ഞാൻ പൂർത്തിയാക്കുമെന്നാണ്. ഉടമ്പടിയിൽ ജോലിക്കായി പ്രാർത്ഥിച്ചാൽ വൈകിയാലും ദൈവം വഴി തുറക്കും. രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സമയത്ത് നമ്മെ സ്പർശിക്കും. കുടുംബ പ്രശ്നങ്ങളിൽ ദൈവം പരിഹാരം നൽകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വേണ്ടത്. അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ്. ആ അസാധ്യമായ കാര്യങ്ങൾ നടത്തി തരുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. പ്രഭാവതിക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.